ഇതുപോലെ നട്ടലിന് കഴുത്തില് ആദ്യം അടിച്ചപ്പോൾ എൻ്റെ അനിയൻ വന്ന് വലിച്ചങ്ങ് മാറ്റി. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും അവരുടെ തറയിൽ കിടക്കും, അവിടെ തന്നെ കിടക്കും. അവിടെ ഇട്ടാണ് അടിക്കുന്നത്. ഒരുപാട് ഉപദ്രവിച്ച്. ഇയാൾ ഇങ്ങനെ നടന്നാൽ സർവീസ് അയക്കാൻ മുതൽ കേരളത്തിൽ ഇഷ്യൂ ഉണ്ടായി. കേരളത്തിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ എൻ്റെ അടുത്ത് മുപ്പിച്ചു വന്ന് ഞാൻ പിന്നെ കൂടുതൽ വില കാണിക്കേണ്ട, പിന്നെ സർവീസ് അയക്കുന്ന പണിയെല്ലാം കാണിക്കുന്ന പറഞ്ഞ് അവസാനം ബാക്കിയുള്ളവരെല്ലാം കൂടെ തന്നെ ഇയാളെ വണ്ടിക്കകത്ത് കയറ്റി. അങ്ങനെ ഒരു വിവരം കെട്ടവനാണ്. കൊച്ചു പയ്യനാണ്, പക്ഷെ ഒരു വിരദോഷിയാണ്. കുണ്ട്ര സ്റ്റേഷനിലെ കിരൺ സാറിനോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, കഴപ്പ് കൂടുമ്പോഴേ 2 ദിവസം ലീവ് എടുത്തിട്ട് തിരുവനന്തപുരത്തുള്ള വീട്ടിൽ പോയി അമ്മയോടത്തും പെങ്ങളെടുത്തും ഭാര്യയെടുത്തും തീർക്കണം കഴപ്പ്. നാട്ടിലുള്ള പെൺകുട്ടികളുടെ മേലെ ഇതുപോലെ തെമ്മാടത്തിലും ഇനി കാണിക്കാൻ നിന്നാൽ ഇനി സർവീസ് കുറെ നാളുണ്ടല്ലോ. ആദ്യം ഈ പ്രൊബേഷൻ പീരീഡിൽ കഴിഞ്ഞ് നീ ജോലിക്ക് കയറുമോ എന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞാൽ നിനക്കുള്ള സർവീസിലുള്ള സമയത്ത് നീ ഏതെങ്കിലും പെൺകുട്ടികളുടെ നേരെ ഇനി കൈ ചൂണ്ടുമ്പോൾ നീ ഓർക്കണം, എന്നും ഈ ഒരു ദിവസം ഒരിക്കലും നീ ഇനി ഇതുപോലെ തെമ്മാടത്തിലും നാട്ടിലുള്ള സ്ത്രീകളോട് കാണിക്കരുത്. നമ്മളവിടെ മാറി നിന്നത്, നമ്മൾ പരിപാടി കണ്ടിട്ട് മാറി. അപ്പം DJ-യുടെ സൗണ്ട് ഓഫ് ചെയ്തിട്ടിരുന്നേ, നമ്മൾ മാറി നിന്നിരുന്നേ. അപ്പം അതിനകത്ത് വണ്ടിയിൽ DJ-യുടെ പാട്ടെങ്ങാണ്ട് ആരോ ഇട്ട്. അപ്പം അതിൽ തുടർന്ന് നമ്മൾ മാറി നിന്ന. അപ്പം നമ്മൾ പറഞ്ഞ് നമ്മളങ്ങോട്ട് മാറി, അതായത് ഞാൻ, ഹസ്ബൻഡ്, ചേച്ചി, എൻ്റെ അനിയനായിരുന്നു ഉള്ളത്. അപ്പം ആ വണ്ടി പരിചയത്തിൽ ആരോ DJ ഇട്ടെന്നും പറഞ്ഞാൽ അവിടെ പ്രശ്നം, പാട്ടിട്ടെന്നും പറഞ്ഞാൽ പ്രശ്നം. അപ്പം നമ്മളെ സൈഡിൽ വേറൊരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു മേളിലായിട്ട്. അപ്പോൾ അവനെ കാലിൽ പിടിച്ച് വലിച്ച് താഴോട്ടങ്ങ് ഇട്ട്. ആ പയ്യനെ പിടിച്ച് കാലിൽ നിന്ന് വലിച്ച് താഴോട്ടിട്ട് അത് വന്ന് വീഴുന്ന എൻ്റെ പുറത്താണ് വീഴുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, സാർ എന്ത് കാണിക്കുന്നത്? അപ്പോൾ ആ ഹസ്ബൻഡ് അടുത്ത് വിളിച്ച്, നിനക്കെന്തോ വേണം, നീ മാറി നില്ലടാ എന്നും പറഞ്ഞ് പിടിച്ച് തെല്ലി. പറഞ്ഞു, സാറേ ആവശ്യമില്ല, എന്തിനാ നമ്മളെ ഉപദ്രവിക്കുന്നത്, കാര്യം പറഞ്ഞാൽ പോരെ. ആ പയ്യനെ പിടിച്ച് തറയിട്ട് വന്ന് എൻ്റെ ഭാര്യയുടെ പുറത്താണ് വീണേന്നും പറഞ്ഞു. നീ ഏതാടാന്നും പറഞ്ഞാൽ മുടി, ബാക്കിലത്തെ മുടിയിൽ പിടിച്ച് വലിച്ചോണ്ടാ പോകുന്നത്. അപ്പം ഞാൻ കൂടെ ചെന്നു. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനെ വിടാൻ പറഞ്ഞു. ഒരു തരത്തിൽ വിടത്തില്ല. നീ മാറി നില്ലടി, നീ എന്തിനാ സംസാരിക്കുകയെന്ന് ചോദിച്ചു എൻ്റെ നേരെ. ഞാൻ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനെ വെറുതെ വിട്, പുള്ളിക്കാരൊന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല, വേറെ കേൾക്കത്തില്ല. അവിടെ ഇട്ട് ഞങ്ങളെ അടിച്ച്. എൻ്റെ ചേച്ചിയെ ഞങ്ങളെല്ലാവരും പിടിച്ച് തെള്ളിയപ്പോൾ വന്ന് തറയിൽ വീണ് പെപ്പർ സ്പ്രേ എടുത്ത് അടിച്ചപ്പോഴാണ് എനിക്ക് ശ്വാസം മുട്ടിയ പെട്ടെന്ന് കയറി. അടിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാരി എൻ്റെ അനിയൻ പിടിച്ചങ്ങ് മാറ്റി. സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാർ വരെ വന്ന് അവരെ വരെ അടിച്ച്. പയ്യന്മാരെ അടിച്ച്, ഫോൺ എറിഞ്ഞ് പൊട്ടിച്ച് പുള്ളിക്കാരൻ. ഈ പറയുന്ന SI കിരൺ എന്ന് പറയുന്ന സാറാണ് ഇതെല്ലാം ചെയ്തത്. അതിനകത്ത് നമ്മളെ ഒരു SI മാത്രം നമ്മളെ ലാത്തി വെച്ചിട്ട് മാറ്റുന്നുണ്ട്, പക്ഷെ മാറ്റാൻ ശ്രമിക്കുന്നെങ്കിലും പുള്ളിക്കാരൻ നമ്മളെ എടുത്തിട്ട് ശരിക്കും അടിച്ച്. എൻ്റെ ദേഹം മൊത്തം പാടും. എനിക്ക് വേദന കാരണം വയ്യ. മേഴ്സിക്കുട്ടിയമ്മ വിളിച്ചു പറഞ്ഞ്, വിശ്വനാഥ് സാറ് വിളിച്ചു പറഞ്ഞ്, പിന്നെ നമ്മളെ SI സൈജു സാറ് വിളിച്ചു പറഞ്ഞ്, എന്നിട്ടും വിട്ടില്ല. ഞാൻ തന്നെ ചെന്നാലേ വിടത്തോളം എന്ന് പറഞ്ഞു, അല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ SP ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരനെ ഒരു 7-7:30 കാണും, അപ്പോഴാണ് വിടുന്നത് പുള്ളിക്കാരനെ. എന്നിട്ട് പറഞ്ഞ് ഞാനുമായിട്ട് രാവിലെ സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ ഡിസ്ട്രിക്റ്റിൽ നിൽക്കുക, അവിടെ പോയേക്കുക. ദേഹം ഒട്ടും വയ്യ. ജീപ്പിനകത്ത് കയറ്റിയിട്ടാണ് പെപ്പർ സ്പ്രേ, അതുലെന്ന് പറയുന്ന സാറ് പെപ്പർ സ്പ്രേ മുഖത്തടിച്ച്. അപ്പോൾ ഈ ഒരു ഇത്ര ഭാഗം അപ്പോഴത്തേക്ക് ഭയങ്കര നീറ്റലായി. എന്നിട്ട് ലാത്തിക്ക് അതിനകത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ മുതുവിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇടിച്ച്. കാലിലെല്ലാം രക്തം ചത്ത് കിടക്കൊക്കെ. നയസ് ഹോസ്പിറ്റലിലുള്ള ലാസ്റ്റ് കിരണാണ് പുള്ളിക്കാരൻ പിടിച്ച് ജീപ്പിൽ കയറ്റിയിട്ട് പെപ്പർ സ്പ്രേ, ഈ അതുലെന്ന് പറയുന്ന സാറ് പെപ്പർ സ്പ്രേ എടുത്ത് പുള്ളിക്കാരൻ്റെ മുഖത്തടിച്ച്. എന്നിട്ട് ലാത്തിക്ക് അടിച്ച് അതിനകത്ത് വെച്ചിട്ട്. അപ്പം കൂടെ തന്നെ വേറൊരു സാറുണ്ടായിരുന്നു. ആ സാറ് പെട്ടെന്ന് വണ്ടി നിർത്താൻ പറഞ്ഞ് ഇറങ്ങി ഫ്രണ്ടിൽ പോയി. അത് ഞാൻ പുള്ളിക്കാരനെ കൊണ്ടുപോകുന്നത്. ഉത്സവത്തിന് വേണ്ടി സുഹൃത്തുക്കൾ അങ്ങനെ പോയതല്ലേ? ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. കുഞ്ഞുങ്ങളെ 2 കൊണ്ടുപോയില്ല, ഫാമിലി ആയിട്ട് മാത്രം. ആദ്യം അടിച്ചപ്പോൾ എൻ്റെ അനിയൻ വന്ന് വലിച്ചങ്ങ് മാറ്റി. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും അവരുടെ തറയിൽ കിടക്കും, അവിടെ തന്നെ കിടക്കും. അവിടെ ഇട്ടാണ് അടിക്കുന്നത്. ഒരുപാട് ഉപദ്രവിച്ച്. കുണ്ട്രയിലെ പോലീസ് അതിക്രമം എന്ന് പറഞ്ഞത് വളരെ ഞെട്ടിക്കുന്നതാണ്. ഞാൻ ഈ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ വീഡിയോ ആണ് ആദ്യം കാണുന്നത്. കാരണം മെയിൻ സ്ട്രീം മീഡിയയിലൊന്നും ആദ്യം ഈ വാർത്ത വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് അതിൻ്റെ ഭീകരാവസ്ഥ ബോധ്യമായത്. ഒരു നിരപരാധികളായ ഒരു കുടുംബത്തിന് നേരെ പോലീസിൻ്റെ അതിക്രമമാണ്. ദേഹമാസകലം പരിക്കുകളാണ്. അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം അതിന് പുറത്താണ്. ഈ ഒരു ക്രിമിനൽ കുറ്റവും ചെയ്തിട്ടില്ലാത്ത ഒരു കുടുംബത്തിനെതിരെ ഉത്സവപ്പറമ്പിൽ വെച്ചാണ് പോലീസ് ഈ അതിക്രമം നടത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ
മുൻപും സമാനമായ രൂപത്തിൽ അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. എൻ്റെ തന്നെ പാർട്ടിയുടെ DCC സെക്രട്ടറിയെ പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടിയുടെ അന്ന് ക്രൂരമായി ആക്രമിച്ച് പരിക്ക് ഏൽപ്പിച്ച ആളാണ് ഇതിലെ ഒരു പോലീസ് ഓഫീസർ. ആ വിഷയത്തിൽ ഞങ്ങൾ അന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിട്ട് ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടതാണ്. അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് ഈ ദുരിതം ഉണ്ടാവുകയില്ലായിരുന്നു. ഇപ്പോൾ പെപ്പർ സ്പ്രേ അടിക്കുക, വണ്ടിക്കകത്ത് കൊണ്ടുനടന്ന് ഇടിക്കുക, എത്ര പ്രാകൃതമായ രൂപത്തിലാണ് പോലീസ് ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ പെൺകുട്ടീനെ ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങൾ പരാതി പറഞ്ഞാൽ ഭർത്താവിനെ റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം നടന്നത് കേരളത്തിലാണ്, നമ്മുടെ കൊല്ലത്താണ്, കുണ്ട്രയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണം. പ്രൊബേഷൻ പീരീഡിലാണ് ഇദ്ദേഹം ഈ അതിക്രമം മുഴുവൻ നടത്തിയിട്ടുള്ളത്. ഒരു പ്രൊബേഷൻ പീരീഡിൽ ഇരിക്കുന്ന ഒരാൾ ഇത്രയും ഗുരുതരമായ അച്ചടക്ക ലംഘനം ചെയ്താൽ കോഴ്സിൽ അതിന് നടപടി സ്വീകരിക്കാനുള്ള നിയമങ്ങളില്ലേ? എന്തുകൊണ്ട് പോലീസ് അക്കാര്യത്തിലൊന്നും ചെയ്യുന്നില്ല? ഇയാളെങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ ഈ പോലീസ് ഓഫീസറെ?